ചോദിച്ചത്? ഈ മാറിയില്ലട്ടാ, ഞാൻ വിളിക്കാം. ഈ കഴിവ കഥ തുറക്കണ ചവിടി പൊളിക്കണം. കൊച്ചിനോടെ കളിച്ചത് എടി കട്ടി പൊളിക്കണ കാണുന്നത്. ആരാന്നല്ലേ ചോദിച്ചത്? ഞാനാ. കഥ തുറക്ക. ബഹളം കേട്ട് കയറിയതാ. ആരൊക്കെ ഓടുന്നത് കണ്ടു? വല്ല അപകടവും പറ്റിയോ? ഇല്ല, ഞാൻ പേടിച്ചു പോയി. വാസു പോകുമ്പം പറഞ്ഞിരുന്നു ഇങ്ങോട്ടൊരു ശ്രദ്ധ വേണമെന്ന്. നളിനി കഥ അടച്ച് കിടന്നുള്ളൂ, ഞാനിവിടെ ഉണ്ടാവും. കിടക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. പുറത്ത് നല്ല തണുപ്പുണ്ടാവും. ഈ തണുപ്പ് ഒരു സുഖമാണ്. ഉറക്കം വരുന്നില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കൂ. എന്റെ ലാപ്പ് സ്വല്പം കേൾക്കാം. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൂട്ടുകാരൻ നളിനിയുടെ കഥകളല്ലേ എന്നോട് പറഞ്ഞുകൊണ്ടാവും. സാരമില്ല. എല്ലാം തുറന്നു പറയാൻ ഇതൊരു സന്ദർഭമാണല്ലോ. വാസു എന്നോടൊരു കാര്യം പറഞ്ഞു, നളിനിയുടെ വിവാഹത്തെപ്പറ്റി. നളിനിയോട് വല്ലതും സൂചിപ്പിച്ചോ? തീരുമാനം എന്നോട് പറയണമെന്നില്ല, അവനോട് പറഞ്ഞാ മതി. എങ്കിലും എനിക്ക് പറയാനുള്ളത് പറയണ്ടേ? പറഞ്ഞോളൂ. അല്പം ഫിലോസഫി. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. എവിടുന്നോ പുറപ്പെട്ട് എവിടേക്കോ പോകുന്നൊരു യാത്ര. അതിനിടയിൽ പലരെയും നാം കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ ചിലരോട് മാത്രം തോന്നും ഒരു പ്രത്യേകത. അതിന്റെ കാരണം ചോദിച്ചാൽ പറയാൻ വിഷമിക്കും. ശരിയല്ലേ? അത്തരം ഒരു പ്രത്യേകതയാണ് എനിക്ക് നളിനിയോട് തോന്നുന്നത്. നളിനിയുടെ ശ്രദ്ധ മറ്റെവിടെയോ ആണ്. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ മനസ്സ് മറ്റെവിടെയോ അലയുകയാണ്. എനിക്കറിയാം. നളിനിയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഞാനും ഒരു പങ്കാളിയാണ്. എനിക്ക് ധൃതിയില്ല. പോയി കിടന്നുറങ്ങിക്കോളൂ. ആനന്ദ്, ആനന്ദ്, ആനന്ദ്. എന്താ ഫാദർ? എന്താടാ ഇത്? ഫോട്ടോസ്. എങ്ങനെയുണ്ട്? ഞാൻ എടുത്താണ്. നന്നായിട്ടില്ലേ? ഇതാ അടിയോടിയുടെ മകളല്ലേ? അതെ. അതിനെന്താ? ഐ ലവ് ഹെർ. എന്ത്? ഐ ലവ് ഹെർ. ഐ വിൽ മാരി ഹെർ. ഒന്നുകളെയും തന്നെ ഞാൻ ഓർമ്മിച്ചോ? ഓൾ റൈറ്റ്, നോ ഒബ്ജക്ഷൻ. അമ്മേ, അമ്മേ, ഇടോ ഇവിടോടോ. എന്താടോ ഇതിന്റെ അർത്ഥം? അപ്പൊ താനും കൂടെ കൂട്ടുനിന്നിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ അല്ലേ? കൊച്ചു മുതലോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ തന്റെ മോളെ ഇഷ്ടം പോലെ അങ്ങ് പ്രേമിക്കാൻ അല്ലേ? താൻ വകുപ്പ് പറഞ്ഞാണല്ലേ? ദൈവത്താണ് എന്റെ വകുപ്പ്. എനിക്ക് അറിഞ്ഞൂടെ. ഞാനൊരു കുറ്റക്കാരനല്ല താനും. നിങ്ങൾ എന്തിനാ മനുഷ്യ പേടിക്കുന്നത്?
അച്ഛന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനൊന്ന് നോക്കട്ടെടാ. വേണമെങ്കിൽ ഞാൻ എന്റെ മകളെ അങ്ങ് കൊന്നേക്കാം. കൊല്ലയൊന്നും വേണ്ട. അവളോട് പറഞ്ഞേക്ക് എന്റെ മകനെ വിവാഹം കഴിക്കാനുള്ള ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിക്കാൻ. അല്ലെങ്കിൽ അറിയാം. ആ, പൊയ്ക്കോ. പോവാണ്. എന്താ സംഭവം? പറയാം. വില്ലന്മാർ രണ്ടുപേരോടും കൂടിയാണ് പറയുന്നത്. ജാനുവിനോ അവളുടെ അച്ഛനോ വല്ല ആപത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മകന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. എന്നാൽ നമ്മൾ തമ്മിലുള്ള പഴയ കണക്ക് ഇവിടെ വെച്ച് തന്നെ തീർത്തേക്കാം. രാഘവ, എന്ത് സംഭവിച്ചു? തൽക്കാലം ഒന്നും സംഭവിച്ചില്ല.
സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടു. മോനെ, ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രം മതി. കാലോട്ട് വന്നിക്ക്. ദീർഘായുസായിരിക്കണം. ഇവിടെ വെച്ച് ആഘോഷമായി നടത്തണമെന്ന് വിചാരിച്ചതാ ഞാൻ നിന്റെ കല്യാണം. എന്തിനാ മോനെ ഇത്ര ധൃതി പിടിച്ചത്? അതിന് കാരണം അച്ഛനോട് ചോദിച്ചാ പറയും. ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഇനി നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കൊള്ളാം. ഒരു കല്യാണം കഴിച്ചാൽ അച്ഛന് മകനല്ലാതാവുമോ? ഈ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാ ഞാൻ പറഞ്ഞത്. ഏതായാലും അവൻ അവളെ കല്യാണം കഴിച്ചു. നീ ഇനി ഇവരോട് വക്കാണത്തിനൊന്നും പോകണ്ട. എനിക്ക് അമ്മയുടെ പഞ്ചായത്തൊന്നും വേണ്ട. ഇറങ്ങണ വിളി. തൊട്ടുപോകരുത് അവന്. നിനക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് ഇവിടെ അവകാശം. ഇവരെന്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കും. നിങ്ങൾ അകത്ത് പോവാ മക്കളെ. ഇങ്ങനെയൊക്കെ ചില തിരിച്ചടി ഇടയ്ക്കൊക്കെ നിനക്കും ആവശ്യമാണ്. ചേച്ചി ഇങ്ങനെ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ടെന്താ അമ്മ എന്നോട് ഒന്നും പറയാത്തത്? അമ്മ അപ്പുവിനോട് വർത്തമാനം പറയും, കളിക്കും, ചിരിക്കും. എന്നിട്ട് എവിടെ? ചേച്ചി, മോൻ പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് ചിരിക്കൂ, ഒന്ന് ചിരിക്കൂ ചേച്ചി. ആ നല്ല ചേച്ചിക്ക് കാണണോ ഞാൻ അമ്മയെ ചിരിപ്പിക്കുന്നത്? ഇപ്പൊ കാണിച്ചു തരാം. ഇനി ഒന്ന് ചിരിക്കൂ സുശീലേ. സുശീലേ, ഒന്ന് ചിരിക്കൂ. നമ്മുടെ മോന് വേണ്ടെങ്കിലും ഒന്ന് ചിരിക്കൂ സുശീലേ. സുശീലേ, സുശീലേ, ഒന്ന് ചിരിക്കാൻ. നീ ചിരിക്കില്ലേ? ഒന്ന് ചിരിക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് ചിരിക്കാൻ സുശീലേ. എന്നോട് ക്ഷമിക്കൂ സുശീലേ, എന്നോട് ക്ഷമിക്കൂ. മാപ്പ് തരൂ.